കഥയും കാര്യവും എന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദൈവം ആരുടെ പക്ഷത്ത് എന്നുള്ള ചിന്തയാണ്. സാധാരണ എല്ലാ സഭക്കാരും പറയാറുണ്ട് ദൈവം തങ്ങളുടെ പക്ഷത്താണ് എന്ന് പരസ്പരം പറയാറുണ്ട്. ഈ കാര്യം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഓടി വരുന്നത് ഞാൻ മുൻപ് വായിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് യേശു കർത്താവ് തൻ്റെ ക്രിസ്ത്യൻ കൂട്ടുകാരോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇതുവരെയായിട്ടും ഫുട്ബോൾ കളി കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ഫുട്ബോൾ കളി കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ആ കൂട്ടുകാര് യേശുവുമായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് പോയി. അന്നത്തെ രണ്ട് ടീം എന്ന് പറയുന്നത്, ഒന്ന് കാത്തലിക് ക്രൂസേഡേഴ്സും എതിർകക്ഷി പ്രൊട്ടസ്റ്റന്റ് പഞ്ചേഴ്സുമായിരുന്നു. അങ്ങനെ യേശു കർത്താവ് ഗാലറിയിൽ ഇരുന്നു കളി തുടങ്ങി. ആദ്യത്തെ ഹാഫ് ടൈമില് കാത്തലിക്സ് തുരുതുര ഗോൾ അടിക്കുവാൻ തുടങ്ങി. യേശു കർത്താവ് ഗാലറിയിൽ നിന്ന് ചാടി ഇറങ്ങി സന്തോഷിച്ച് തുള്ളിച്ചാടി തലയിലിരുന്ന ഹാറ്റൊക്കെ എടുത്ത് എറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് ആ ടീം ഗോൾ അടിക്കാൻ തുടങ്ങി. അവർ നേരെ തിരിച്ച് ഈ കാത്തലിക് ക്രൂസേഡേഴ്സിനെതിരായിട്ട് ഗോൾ അടിച്ചു തുടങ്ങിയപ്പോഴും ഈ യേശു ഗാലറിയിൽ നിന്ന് ചാടി സന്തോഷിക്കുകയും തുള്ളിച്ചാടുകയും തലയിൽ നിന്ന് ഹാറ്റ് എടുത്ത് എറിയുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. ഈ രണ്ട് കൂട്ടരും ജയിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒരേ രീതിയിൽ യേശു പ്രതികരിച്ചത് കണ്ടുകൊണ്ട് പുറകിലിരുന്ന ഒരു മനുഷ്യൻ യേശു കർത്താവിന്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, സഹോദര, നിങ്ങൾ ഏത് പക്ഷക്കാരനാണ്, ഏത് ഗ്രൂപ്പിലാണ് എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ രണ്ട് ഗ്രൂപ്പിന്റെയും ആളല്ല, ഞാൻ ഇവിടെ വന്നത് ഈ ഫുട്ബോൾ കളി ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അപ്പോൾ അടുത്ത് നിന്ന ആളുകളോട് പറഞ്ഞു, ഇങ്ങേര് പ്രൊട്ടസ്റ്റന്റും അല്ല കാത്തലിക്സും അല്ല, ഒരു പക്ഷെങ്കിൽ ഒരു എത്തീസ്റ്റ് ആയിരിക്കാം, ഒരു നിരീശ്വരവാദി ആയിരിക്കാം എന്ന് പറഞ്ഞു. കളിയെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരുമായിട്ട് മടങ്ങി വരുമ്പോൾ ഈ കൂട്ടുകാര് യേശു കർത്താവിനോട് പറഞ്ഞു, നല്ല രസമായിരിക്കുന്നു, നമ്മുടെ ആളുകളൊക്കെ പറയാറുണ്ട് യേശു ഞങ്ങളുടെ പക്ഷത്താണ് എന്ന് പറയാറുണ്ട് എന്ന്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ആരുടെയും പക്ഷക്കാരനല്ല, ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാർ പറഞ്ഞു, നിന്റെ മനോഭാവം നല്ലതാണ്, പക്ഷെ ആളുകൾ അത് അത്ര താല്പര്യത്തോടു കൂടി അംഗീകരിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അംഗീകരിച്ചാൽ ശരി, അംഗീകരിച്ചില്ലെങ്കിൽ ശരി, ഞാന് ഒരു കൂട്ടരുടെയും സപ്പോർട്ട് ചെയ്യുന്ന ആള് അല്ല. എനിക്ക് റിലീജിയനേക്കാൾ കൂടുതൽ താല്പര്യം ജനങ്ങളോടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ വാക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം, അവിടുന്ന് നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യനാണ് പ്രാധാന്യമുള്ളത്, ശബത്തല്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങയുടെ ഇതുപോലുള്ള വാക്കുകൾ കൊണ്ടാണ് ഒരിക്കല് ആളുകൾ പിടിച്ച് നിങ്ങളെ ക്രൂശിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ യേശു കർത്താവ് മറുപടി പറഞ്ഞു, അതും മതനേതാക്കന്മാരാണല്ലോ എന്നെ ക്രൂശിച്ചത് എന്ന് പറയുകയുണ്ടായി. ഏതായാലും ശരി, ഇവര് സന്തോഷത്തോടു കൂടി മടങ്ങി വന്നു. യേശു കർത്താവ് ആരുടെ പക്ഷത്താണ് എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമാണ്. പലരും അവകാശപ്പെടുന്നത് ഞങ്ങളുടെ കൂടെയാണ് എന്ന്. എന്നാൽ യേശു കർത്താവ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആര് എന്ന് ചോദിക്കുന്നുണ്ട്. യേശു കർത്താവ് ആരുടെയും പക്ഷക്കാരനല്ല. ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം ദൈവം ഏത് സഭയിലാണ്, ആരുടെ പക്ഷത്ത് എന്നുള്ളതല്ല, നാം യേശുവിന്റെ പക്ഷത്താണോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് യേശുവിന്റെ പക്ഷത്ത് ആയിരിക്കുവാനാണ് ഞാനും നിങ്ങളും ഒക്കെ ശ്രമിക്കേണ്ടത്. കർത്താവിന്റെ അനുകൂലികൾ അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള നിലയിൽ നാം
എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ കർത്താവിനോടൊപ്പമാണോ, കർത്താവിനോട് കൂടെയാണോ എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതുകൊണ്ട് ദൈവത്തോടു കൂടി ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിന്റെ പക്ഷത്തായി തീരുവാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. നമുക്കൊരു പഴയ പാട്ടുണ്ടല്ലോ, ആ പാട്ടിന്റെ രണ്ടു വരി ഇപ്രകാരമാണ്: യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവിനോടുകൂടി ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയുടെ പക്ഷത്താണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.